ഹായ് മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ നയന. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും തന്നെ വായിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് മുടിയുടെ ജട നന്നായിട്ട് കളയാം. പല്ലകലുള്ള ചീപ്പ് വെച്ചിട്ട് വേണം മുടിയുടെ ജട നന്നായിട്ട് കളയാൻ. മുടിയുടെ ടോപ്പ് ഭാഗത്തു നിന്ന് ഒരിക്കലും മുടി ചീകരുത്. മുടിയുടെ എൻഡ് ഭാഗത്ത് നിന്ന് വേണം മുടി ചീകാൻ. അങ്ങനെ ചെയ്യുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, മുടി പോകുന്ന ടൈമിൽ മുടി പൊട്ടിപ്പോകാതിരിക്കാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഡെയിലി ഒരു 2 മിനിറ്റെങ്കിലും തലയൊട്ടി നന്നായിട്ട് മസാജ് ചെയ്യാൻ ശ്രമിക്കണം. ഇതുവഴി ഹെയർ ലോസ് ആവാതിരിക്കാനും ഹെയർ ഗ്രോത്ത് ആവാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരിക്കലും ഡെയിലി ഹെയർ പാക്ക് ഇടരുത്. ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം മാത്രമേ ഹെയർ പാക്ക് ഇടാവൂ. ഡെയിലി ഹെയർ പാക്ക് ഇടുമ്പോൾ ഹെയർ നല്ല ഡ്രൈ ആവാനും പൊട്ടിപ്പോവാനും ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ മുടിയുടെ ജടയെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ ഓയിലിംഗ് ആണ്. ഞാനിവിടെ കാച്ചെണ്ണയാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ കാച്ചെണ്ണയാണുള്ളത്. ഞാൻ കാച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ യൂസ് ചെയ്യുന്നത് ആ എണ്ണ തന്നെ എടുത്താൽ മതി. വളരെ കുറച്ച് അളവിലാണ് ഞാൻ എണ്ണ എടുക്കുന്നത്. ഒരുപാടാവരുത്. ഒരുപാട് എണ്ണ തലയിൽ തേക്കുകയും ചെയ്യരുത്. എങ്കിൽ മുടി പൊഴിയാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഞാൻ വീഡിയോ ഒരു 2x ഇട്ടിട്ടുണ്ട്. അതാണ് ഇത്രയും സ്പീഡ് തോന്നിക്കുന്നത്. നിങ്ങൾ വളരെ പതുക്കെ വേണം ഹെയർ മസാജ് ചെയ്യാൻ. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് മാത്രം യൂസ് ചെയ്ത് മുടി വളരണം എന്നില്ല. നമ്മൾ മുടി എത്രത്തോളം കെയർ ചെയ്യുമോ അത്രത്തോളം നന്നായിട്ട് മുടി വളരും. അല്ലാണ്ട് ചില വീഡിയോസിൽ കാണുന്ന പോലെ മുടി തഴച്ച് വളരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. മുടി നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ അടുത്തതായി നമുക്കൊരു ഹെയർ പാക്ക് തയ്യാറാക്കാം. തലേദിവസം കുതിർത്ത് വെച്ച ഉലുവയും കറിവേപ്പിലയാണ്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നായിട്ട് അരച്ചെടുക്കാം, വേണമെങ്കിൽ തിക്കായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 15 മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 തവണ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹെയർ വാഷ് ചെയ്തതിനു ശേഷമുള്ള വീഡിയോ ഞാനിതിലിട്ടിട്ടില്ല. ഞാൻ സെൽഫായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടാത്ത. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് മുടിയിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.